ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. ശബരിമല വിഷയത്തിൽ സർക്കാർ പൂർണ്ണമായും വിശ്വാസികൾക്കൊപ്പമാണെന്നും വിശ്വാസികൾക്കെതിരായ നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് ആരും വ്യാമോഹിക്കേണ്ട എന്നും ഗണേഷ് കുമാർ മീഡിയ വണിനോട് പറഞ്ഞു. വിശ്വാസികൾക്കും ഭക്തജനങ്ങൾക്കും ഒപ്പമേ ഗവൺമെൻറ് നിൽക്കത്തുള്ളൂ. അതിൽ വിശ്വാസികൾക്കെതിരെ ഒരു നിലപാടെടുക്കുമെന്നൊന്നും വ്യാമോഹിക്കേണ്ട. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാൽ മതി. അങ്ങനെ അത് ചെയ്യില്ല. ഒരു കോടതി വിധി സുപ്രീം കോടതിയിൽ നിന്ന് വരികയാണ്. ഒരു 4-5 പേര് ഉൾപ്പെടുന്ന ഒരു ബെഞ്ചിൻ്റെ വിധിയാണ് വരുന്നത്. ആ വിധി വരുമ്പോൾ ഞാനത് നടപ്പിലാക്കില്ല എന്ന് ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും. ഞാൻ ആ കോടതി ഉത്തരവ് നടപ്പിലാക്കത്തില്ല എന്ന് പറയൂ. എന്തായിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിതി? തെറ്റുകൾ തിരുത്തിയാണ് ജനാധിപത്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യക്തികളാണെങ്കിലും പാർട്ടിയാണെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു നിലപാട് ചിലപ്പോൾ ഇപ്പം ശരിയെന്ന് തോന്നും, പക്ഷേ പിന്നീട് അത് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് തിരുത്താനുള്ള ആവശ്യം. തിരുത്താനേ പാടില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. അത് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ. സർക്കാർ LDFും വിശ്വാസികൾക്കൊപ്പം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അത് NSSുമായിട്ടെല്ലാം സംസാരിച്ചിട്ടുണ്ട്. NSSൻ്റെയൊക്കെ നിലപാട്, NSS ആണ് ഈ കേസ് നടത്തുന്നത്. അപ്പോൾ ആ കേസിൽ NSSൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർക്കാരും സർക്കാരിൻ്റെ നിലപാട് പറയും. അഭിപ്രായം ഞാൻ പറയാറുണ്ട്, അഭിപ്രായം നമ്മൾ ചൊല്ലുണ്ട് ഇരുമ്പൊലക്കെ. അപ്പോൾ അത് മാറാം. കാരണം സാഹചര്യം ഇപ്പം നമ്മളൊരു വിഷയം ചെയ്തു, ഞാനൊരു പരിഷ്കാരം KSRTC നടപ്പിലാക്കുന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പോൾ നെഗറ്റീവാണെന്ന് കണ്ടാൽ ആ നിമിഷം തിരുത്തണം. അതിൽ പിന്നെ ഈഗോ പ്രശ്നങ്ങളൊന്നുമില്ല. ആ നിമിഷം തിരുത്തണം. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് റോങ് ആണെന്ന് തോന്നിയാൽ അതിൽ നിന്ന് പിന്മാറാൻ ഒരു രാഷ്ട്രീയക്കാരന്, ഒരു ഭരണാധികാരിക്ക് ഒരിക്കലും മടിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ പേഴ്സണൽ ഇഷ്യൂ അല്ലത്. അപ്പം ആ പരിഷ്കാരം പാളിയെന്ന് കണ്ടാൽ അപ്പം അതിൽ നിന്ന് പിന്മാറിയേക്കണം. സൈഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. സൈഫ്, വിഷയത്തിൽ സർക്കാരിന്റെയും ഒപ്പം തന്നെ CPM നേതാക്കന്മാരുടെയും നിലപാട് ജാഗ്രതയോടെയാണ്. ഇപ്പോൾ കെ.ബി. ഗണേഷ് കുമാറിന്റെ ഈ തുറന്നു പറച്ചിലിനെ എങ്ങനെ കാണണം? ഗണേഷ് കുമാർ NSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ്. NSSന്റെ ജനറൽ സെക്രട്ടറി. NSS എന്ന സംഘടനയും 2019 സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തപ്പോൾ കേരളമുടനീളം ഏതാണ്ട് 14 ജില്ലകളിലും നാമജപ ഘോഷയാത്ര നടത്തുകയും കേരളത്തിലെ ഒരു വലിയ സമരങ്ങളിൽ ഒന്നായി തന്നെ ആ നാമജപ ഘോഷയാത്ര മാറുകയും ചെയ്തു. ആ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് NSSന്റെ ഈ തിരിഞ്ഞു നിന്ന് വിമർശനം ഉന്നയിക്കുന്ന ആ നിലപാട് തന്നെയായിരുന്നു. അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭമാണ് അതുമായി ബന്ധപ്പെട്ട് അന്ന് സംഘടിപ്പിച്ചത്. ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ തുറന്നു പറയുന്നു. അത് മന്ത്രിസഭയിൽ ഒരു അംഗം ഇത്രയും ക്ലാരിറ്റിയോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് നിലപാട് സ്വീകരിച്ച് പറയുന്നത് ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം. അത് അഭിപ്രായം എന്നുള്ളത് ഇരുമ്പുലൊക്കെ അല്ല. അത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് തെറ്റില്ല. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ വിശ്വാസികൾക്കെതിരായ നിലപാട് സ്വീകരിക്കില്ല. അതിന് വെച്ച വെള്ളം വാങ്ങിവെച്ചാൽ മതി എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ പരസ്യമായി പറയുന്ന നിലപാടല്ല എങ്കിൽ പോലും സർക്കാരിൻ്റെ ഉള്ളിൽ എന്താണോ ആഗ്രഹം അത് തന്നെയാണ് ഗണേഷ് കുമാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് ഇപ്പോൾ VN വാസവൻ, ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞതും സമാനമായ നിലപാട് തന്നെയാണ്. അത് നേരത്തെ നമ്മളുടെ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് മാത്രമേ മുന്നോട്ട് പോകൂ എന്നുള്ളത്. വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കണം എന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുക എന്നുള്ളതാണ്. അത് കൺവിൻസിംഗ് ആണ്. അവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും എന്തുകൊണ്ടാണ് അവർ നിലപാട് സ്വീകരിക്കുന്നതെന്ന്. ഇനി മന്ത്രിസഭ എന്തായാലും ഇതിനകത്തൊരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത മന്ത്രിസഭാ യോഗമോ അതിനടുത്ത മന്ത്രിസഭാ യോഗമോ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ചൊരു തീരുമാനമെടുക്കും എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞ നിലപാടായിരിക്കില്ല സംസ്ഥാന സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്. സ്ത്രീ പ്രവേശനം നടക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചാൽ തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന ബോധ്യം CPM നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമുണ്ട്. അതുകൊണ്ട് സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന നിലപാടായിരിക്കും ഉണ്ടാവുക. പരസ്യമായി അങ്ങനെ നേരിട്ട് എതിർക്കുന്നില്ല എങ്കിൽ പോലും പറഞ്ഞങ്ങനെ അങ്ങ് വെക്കും. സ്ത്രീകൾ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞു വെക്കുന്ന സംവിധാനങ്ങളുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിലെടുത്ത് ആചാര്യന്മാർ പറയുന്നത് കേൾക്കണം എന്നൊക്കെ പറഞ്ഞങ്ങ് വെക്കും. സ്ത്രീകൾ പ്രവേശിക്കേണ്ട എന്നുള്ളതായിരിക്കും അതിൻ്റെ ആകത്തുകയായി നമുക്ക് കണക്കാക്കാൻ കഴിയുക. ബോർഡ് എന്തായാലും നിലപാടെടുത്തു കഴിഞ്ഞു. സ്ത്രീ പ്രവേശനത്തെ എതിർക്കും എന്നുള്ള കാര്യം. സംസ്ഥാന സർക്കാർ അതേ നിലപാടിലേക്ക് എത്തിച്ചേരുന്നത് വരും ദിവസങ്ങൾ നമുക്ക് കാണാം. ജീന. ശരി സൈഫ്, ഏതായാലും ശബരിമല യുവതീ പ്രവേശനത്തിൽ വിശ്വാസികൾക്ക് അനുകൂലമായ നിലപാടാണ് എടുക്കുക. അഭിപ്രായത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിലപാടെടുത്തതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മീഡിയ വണിനോട് പറഞ്ഞത്. സൈഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.